Hi all, good evening. Welcome back. നമുക്ക് 103 ഇച്ചിരി കൂടി എടുക്കാനുണ്ട്. നാളെ നമ്മള് ഫസ്റ്റ് ഇലക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. തീരുവാണ് നമ്മള് ഫിലോസഫി ഓഫ് റിലീജിയൻ ആണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മള് പേഴ്സണാലിറ്റിയുടെ തിയറികളാണ് എടുത്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് തിയറി സൈക്കോഡൈനാമിക്സ് ആയിരുന്നു നമ്മുടെ ഫ്രോയിഡിൻ്റെത്. നമ്മൾ വിശദമായിട്ട് നോക്കി. സെക്കൻഡ് തിയറി ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് തിയറി ആയിരുന്നു, സ്കിന്നറിനതും. അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് തിയറി നോക്കി. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി നോക്കി. അതൊക്കെ ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവിൽ വരുന്ന കേട്ടോ. പിന്നെ നോക്കിയത് ഹ്യൂമനിസ്റ്റിക് തിയറീസ് ആണ്. അത് നമ്മുടെ റോജറിന്റെയും എബ്രഹാം മാസ്ലോയുടെയും ആയിരുന്നു. പിന്നെ പോസിറ്റീവ് സൈക്കോളജി അതിൽ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രയറ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ വൺ ഓഫ് ദി പ്രോമിനന്റ് തിയറിയാണ് ട്രയറ്റ് തിയറി. ട്രയറ്റ് എന്ന് വെച്ചാൽ സ്വഭാവ ഗുണം എന്നാണ്. ഓരോരുത്തരുടെ സ്വഭാവ ഗുണമാണ് അവരുടെ പേഴ്സണാലിറ്റീനെ തീരുമാനിക്കുന്നത് എന്നാണ് ട്രയറ്റ് തിയറി പറയുന്നത്. ട്രയറ്റ് തിയറിയിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ളത് ആൽപോർട്ടിന്റെ തിയറിയും പിന്നെ ബിഗ് 5 ഫാക്ടർ തിയറി. ബിഗ് 5 ഫാക്ടർ തിയറി ഭയങ്കര പ്രൊമിനന്റ് ആണ് കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള തിയറിയാണ് ബിഗ് 5 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയറിയാണ് പേഴ്സണാലിറ്റിയുടെ കേസിൽ കേട്ടോ. ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ട്രയറ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. The triad theories describe personality in terms of different traits, which refers to disposition or pattern of thought, emotion and behavior. People differ in their personality disposition. കേട്ടോ, ട്രയറ്റ് തിയറി പേഴ്സണാലിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ? ഇൻ ടേംസ് ഓഫ് ഡിഫറെന്റ് ട്രൈറ്റ്. വേറെ ഓരോ ട്രൈറ്റ് വെച്ചിട്ട്, സ്വഭാവ ഗുണം വെച്ചിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഉണ്ടാവാന്നാണ്. പീപ്പിൾ ഡിഫർ ഇൻ ദയർ പേഴ്സണാലിറ്റി ഡിസ്പോസിഷൻ. അതായത് പേഴ്സണാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം ട്രൈറ്റുകളായിരിക്കും ഒരാൾക്ക് ഉണ്ടാവും. അതനുസരിച്ച് എനിക്കൊരു പേഴ്സണാലിറ്റി. ഇപ്പൊ നോക്ക്, ദേഷ്യം, സങ്കടം, സ്നേഹം, വാത്സല്യം, അങ്ങനെ കുറെ ചേർന്ന് ഞാൻ, സമാധാനം, സന്തോഷം, കുശുമ്പ്, അതൊക്കെ ചേർന്ന് വേറൊരാൾ. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കൂട്ടം ട്രൈറ്റുകളുടെ ഡിസ്പോസിഷൻ ആണ് ഒരാളുടെ പേഴ്സണാലിറ്റീനെ തീരുമാനിക്കുന്നതെന്നാണ്. Okay, the trait theory describes personality in terms of different traits, which refers to disposition or pattern of thought. ഒരാളെ ചിന്തിക്കുന്ന രീതി, അയാളുടെ ഇമോഷൻ, അയാളുടെ ബിഹേവിയർ, ഇത് മൂന്നും ചേർന്നിട്ടാണ് അയാളുടെ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ട്രൈറ്റിന്റെ കോമ്പിനേഷൻ ആയിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. ട്രൈറ്റ്സിന്റെ പ്രത്യേകത, അവർ മാറില്ല, സ്റ്റേബിൾ ആണ്. Traits are relatively stable and consistent over time and across situation. സിറ്റുവേഷനിലായാലും ടൈം ആയാലും മാറത്തില്ല. ഏത് സിറ്റുവേഷൻ വന്നാലും ഒരു ദേഷ്യപ്പെടുന്ന ആൾ ദേഷ്യപ്പെടേ ഉള്ളൂ, മാറത്തില്ല. The trait approach highlights how individual difference in various traits. ഈ ട്രൈറ്റ് അപ്രോച്ച് പറയുന്നത് ഇങ്ങനെയാണ് ട്രൈറ്റുകൾ മാറുന്നതിനനുസരിച്ച് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. എക്സാമ്പിൾ, യു മേ ബി വെരി സോഷ്യബിൾ വൈൽ യുവർ സിസ്റ്റർ ഇസ് ഷൈ. ഒരു കുടുംബത്തിൽ 5 കുട്ടികളുണ്ടെങ്കിൽ 5 സ്വഭാവമായിരിക്കും. ഇത് എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെ ട്രൈറ്റ് വ്യത്യാസമായിട്ടാണ്. നമ്മൾ ഭയങ്കര സോഷ്യബിൾ ആയിരിക്കും. ഞാൻ ഭയങ്കര സോഷ്യബിൾ ആണ്, എന്റെ ഉമ്മ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ഷൈ ആണ്. അതാണ് വ്യത്യാസം. Your close friend may always be anxious, whereas you are calm. നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ഭയങ്കര ആൻസൈറ്റി ആണ്, നമ്മൾ ഭയങ്കര കൂളാണ്. ഇതൊക്കെയാണ് ട്രൈറ്റ് വെച്ച് പറയുന്നത്. ട്രൈറ്റ്സ് എപ്പോഴും സ്റ്റേബിൾ ആണ്. ഒരാളുടെ സ്വഭാവ ഗുണം സ്റ്റേബിൾ ആണ്, സിറ്റുവേഷൻസ് അനുസരിച്ച് ഒന്നും മാറത്തില്ല. ഓക്കെ, അവിടെ ഇൻഡിവിജ്വൽസ് എന്താണ്, എന്തുകൊണ്ടാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഈ ട്രൈറ്റ് വെച്ച് പറയാം. നമ്മള് ഭയങ്കര കാമാണ്, പക്ഷെ നമ്മുടെ ഫ്രണ്ട് ആൻഷ്യസ് ആണ്. നമ്മൾ ഭയങ്കര ഔട്ട് ഗോയിങ് ആണ്, നമ്മുടെ സിസ്റ്റർ ഷൈ ആണ്. ഇതൊക്കെ നമുക്ക് ട്രൈറ്റ് വെച്ച്. Traits vary on a continuum from the one extreme to other. However, majority of the people fall in middle of the continuum of the trait. Trait എന്ന് പറയുന്നത് എക്സ്ട്രീം ആണ്. ലൈക്ക് ഭയങ്കര ദേഷ്യം, ഒട്ടും ദേഷ്യം ഇല്ലാത്തവൻ, അങ്ങനെ എക്സ്ട്രീംസിലാണ്. പക്ഷെ മെജോറിറ്റി ആളുകൾ ഈ ഒരു ആവറേജിലാണ് നിൽക്കുകയാണ്. ആവറേജിന് അപ്പുറത്തോട്ട് പോയാലാണ് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാന്നാണ് പറയപ്പെടുന്നത്. ട്രൈറ്റ് തിയറിയിൽ മെയിൻ ആയിട്ടുള്ള ഒരു ട്രൈറ്റ് തിയറിയാണ് ഗോൾഡൻ ആൽപോർട്ടിന്റെ ട്രൈറ്റ് തിയറി. പുള്ളിക്കാരന്റെ പ്രകാരം 3 ടൈപ്പ് ട്രൈറ്റ്സ് ആണ്: സെൻട്രൽ ട്രൈറ്റ്, കാർഡിനൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്. ഒന്നുകൂടി പറയാട്ടോ.
ഓക്കെ, ട്രൈറ്റ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഡിഫറെന്റ് ട്രൈറ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ട്രൈറ്റ് തിയറി. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, ഇമോഷൻ എങ്ങനെയാണ് ബിഹേവിയർ, അയാളുടെ ആ ഒരു പാറ്റേണിയാണ് അയാളുടെ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ദേഷ്യക്കാരൻ ചിന്തിക്കുക, അയാളുടെ തോട്ട് ദേഷ്യത്തിലായിരിക്കും, ഇമോഷൻ ദേഷ്യമായിരിക്കും, ബിഹേവിയർ അടിക്കാൻ പോകുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുടെ തോട്ട്, ഇമോഷൻ, ബിഹേവിയർ വെച്ചിട്ടാണ് അയാളുടെ ട്രൈറ്റ് പറയാം. ഈ ട്രൈറ്റിന്റെ ഒരു കൂട്ടമാണ് അയാളുടെ പേഴ്സണാലിറ്റി എന്നാണ് പറയാം. അതുകൊണ്ടാണ് ഓരോരുത്തരും എന്തുകൊണ്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അവരുടെ ട്രൈറ്റ് വ്യത്യാസമായതിനെ കൊണ്ടാണ് ഓരോ മനുഷ്യരും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ്. ശരിക്കും ഒരു കോണ്ടിനാണ്, രണ്ട് എക്സ്ട്രീംസ് ഉണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ മിഡിൽ ആവറേജിലാണ് പെടുന്നത്. ട്രൈറ്റ് തിയറിയിൽ രണ്ട് പ്രധാനപ്പെട്ടത്, ഒന്ന് ഗോൾഡൻ ആൽപോർട്ടിന്റെ തിയറിയും രണ്ടാമത്തത് നമ്മുടെ ബിഗ് 5 ഫാക്ടർ തിയറിയാണ്. ട്രൈറ്റ് തിയറിയുടെ ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? പറഞ്ഞേ, മനസ്സിലായോ എന്താണ് ട്രൈറ്റ് തിയറി എന്ന്? ഒരാളുടെ സ്വഭാവ ഗുണം വെച്ച് അയാളുടെ പേഴ്സണാലിറ്റി പറയും, അതാണ്. ഓക്കെ ആണോ? ആരെന്താ മിണ്ടാത്തെ? മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞ വീണ്ടും പറയാം. എനിക്ക് ഒട്ടും ഇന്ററാക്ട് ചെയ്യാതിരിക്കുമ്പോ എനിക്കൊരു ഡൗട്ട്. മനസ്സിലായിട്ടുണ്ടോ? കേൾക്കുന്നില്ല എന്നെ? ഒരാൾക്ക് നീ മനസ്സിലാവാത്ത ഞാൻ പറഞ്ഞുതരാം. പാർവതി, അർച്ചന, നസീഹ, ശ്രീഷ്ണ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഇനി ആൽപോർട്ടിന്റെ തിയറി പ്രകാരം 3 ട്രൈറ്റ് ഉണ്ടാവും ഒരാൾക്ക്. സെൻട്രൽ ട്രൈറ്റ്, കാർഡിനൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്. എന്റെ ഏറ്റവും ഡോമിനേറ്റ്, നമുക്ക് ഓരോരുത്തർക്കില്ലേ അഫ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരിയാണ്. ആ പേര് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ മെയിൻ ഒരു ട്രൈറ്റ് ഓർമ്മ വരില്ലേ? അതിനെയാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആ കാർഡിനൽ തൊട്ട് താഴെ നിൽക്കുന്ന, അവള് നല്ലോണം പാട്ട് പാടും, അല്ലെങ്കിൽ ആളുകളെ സഹായിക്കും, അവള് എക്സ്ട്രോവേർട്ട് ആണ്, അങ്ങനെ എന്റെ അല്ലാത്ത ഒരു പിടി ട്രൈറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി അധികം ആർക്കും അറിയാത്ത, എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അറിയുന്ന എന്റെ കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ടാവും, അതാണ് സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത്. Okay, Gordon Allport identified thousands of personality traits and grouped them into 3 categories. 1000-ഓളം ട്രൈറ്റുകളെ അദ്ദേഹം കണ്ടെത്തിയിട്ട് അതിനെ 3 ട്രൈറ്റ് ആക്കി മാറ്റി. ഫസ്റ്റ് വൺ ആണ് കാർഡിനൽ ട്രൈറ്റ് ദാറ്റ് ഡോമിനേറ്റ്സ് യുവർ പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഡോമിനേറ്റ് ചെയ്ത് നമ്മളുടെ ഏറ്റവും വലിയ നല്ല ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള സ്വഭാവത്തിനെയാണ് അദ്ദേഹം കാർഡിനൽ. പാർവതി എന്ന പേര് കേൾക്കുമ്പോൾ ചുറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ട്രൈറ്റിനെ, അതിനെയാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് വിളിച്ചത്. രണ്ടാമത് സെൻട്രൽ ട്രൈറ്റ് ആണ്, മെയിൻ ട്രൈറ്റ് ദാറ്റ് യുവർ ഫോം യുവർ പേഴ്സണാലിറ്റി. ഈ കാർഡിനൽ തൊട്ട് താഴെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് ട്രൈറ്റുകൾ ഉണ്ടാവും. അപ്പൊ ദേഷ്യമാണ് കാർഡിനൽ, വാശി, വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ ആയിരിക്കും സെൻട്രൽ ട്രൈറ്റ് ആയിട്ട് വരുന്നത്. അതായത് ഈ ദേഷ്യത്തിന് തൊട്ട് താഴ്ത്തുന്ന ഒരു ബഞ്ച് ഓഫ് ട്രൈറ്റ്, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന ബഞ്ച് ഓഫ് ട്രൈറ്റ്സ്. ഇതല്ലാതെ സെക്കൻഡറി ട്രൈറ്റ്സ് ഉണ്ട്, വേരിയബിൾ ട്രൈറ്റ്സ് വിച്ച് ഡിഫർ ഡിപെൻഡിങ് ഓൺ ദ കറന്റ് സർക്കംസ്റ്റൻസ്. നമ്മുടെ കറന്റ് സർക്കംസ്റ്റൻസ് അനുസരിച്ചിട്ട്, നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് അറിയുള്ളൂ കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട്, അവള് പരീക്ഷയ്ക്ക് തോറ്റിരിക്കുകയാണ്, അവൾ അടുത്തേക്ക് പോകണ്ടട്ടാന്ന് പറഞ്ഞുതരാം. സെക്കൻഡറി ട്രൈറ്റ് നോക്കിക്കേ. കാർഡിനൽ ട്രൈറ്റ് ആർ ദ മോസ്റ്റ് പെർവസീവ് വൺസ്, including many other traits. Many aspects of one's behavior and personality can be explained through cardinal traits. Prominent ആയിട്ടുള്ള അയാളുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ കാർഡിനൽ ട്രൈറ്റ് കൊണ്ട് പറ്റും, അയാളുടെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ട്രൈറ്റ്. സെൻട്രൽ ട്രൈറ്റ് ആർ ലെസ് പെർവസീവ് ദാൻ ദ കാർഡിനൽ. കാർഡിനലിന്റെ അത്ര കാർഡിനില്ലാത്ത ട്രൈറ്റ് ആണ് സെൻട്രൽ ട്രൈറ്റ്, ബട്ട് സ്റ്റിൽ റെഫേഴ്സ് ടു ദ ജനറലൈസ്ഡ് ഡിസ്പോസിഷൻ ഓഫ് ഇൻഡിവിജ്വൽ. ജനറലി എന്റെ സ്വഭാവമായിട്ട് പറയുന്നത് സെൻട്രൽ ട്രൈറ്റ് ആണ്. These traits can be directly observed in individuals. കാണാൻ പറ്റും. ഇനി സെക്കൻഡറി ട്രൈറ്റ് ഉണ്ട്. സെക്കൻഡറി ട്രൈറ്റ് ആർ ലെസ് ജനറലൈസ്ഡ് and cannot be directly or publicly observed. അങ്ങനെ പബ്ലിക്ലി ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റും, വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മൾ ആളുകൾക്ക് മാത്രമേ അത് അറിയുള്ളൂ.
These are also less relevant for the personality of the individual when we know and interact with one another person frequently and in an intimate level. Intimate level secondary trait we become aware of the secondary trait. Example, interest, eating habits. Close secondary trait. അപ്പൊ നമ്മുടെ ഡോമിനന്റ് ആയിട്ടുള്ള ട്രൈറ്റ് കാർഡിനൽ ട്രൈറ്റ്. ആ ഡോമിനന്റിനെ തൊട്ട് താഴെ നിൽക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്ന ഒരു കൂട്ടം ട്രൈറ്റ്സ് സെൻട്രൽ ട്രൈറ്റ്സ്. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇന്റിമേറ്റ് ആയിട്ട് മാത്രമാണ് നമ്മുടെ ട്രൈറ്റ് സെക്കൻഡറി ട്രൈറ്റ്. Alport and Abdul initially have prepared a list of nearly 18,000 words for the dictionary could be described as personality trait. Alport ചെയ്തത് nearly 18,000 words from the dictionary എടുത്തിട്ടാണ് പേഴ്സണാലിറ്റി ട്രൈറ്റുകളെ പറ്റി. ഓക്കെ ആണോ? ആൽപോർട്ടിന്റെ തിയറിയില് 3 ടൈപ്പ് ട്രൈറ്റ്, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. ഓക്കെ ആണോ? പറഞ്ഞേ, വേഗം പറ. ഇനി അടുത്തതാണ് റെയ്മണ്ട് കാറ്റലിന്റെ ട്രൈറ്റ് തിയറി. അദ്ദേഹം 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പേഴ്സണാലിറ്റിന് ട്രൈറ്റ് തിയറിയിലെ ഫസ്റ്റ് വൺ ആൽപോർട്ട് ആണെങ്കിൽ സെക്കൻഡ് വൺ റെയ്മണ്ട് കാറ്റൽ. ഇതേമാട്ടോ കാറ്റൽ. ലേറ്റർ ഓൺ കാറ്റൽ 1965 reduced these words by grouping. ആൽപോർട്ട് 18,000 വേർഡ്സ് എടുത്തപ്പോ 18,000 ചുരുക്കി and then used a statistical technique called factor analysis to finally come up with the 16 personality factor. 18,000 വാക്കുകൾ വെച്ചിട്ടാണ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനെ ആൽപോർട്ട് പറഞ്ഞത്. പിൽക്കാലത്ത് 1965 36 ആൽപോർട്ട് 18,000 വാക്കുകൾ എടുത്തത്. 65 ആയപ്പോൾ ഈ 18,000 വാക്കുകൾ റെഡ്യൂസ് ചെയ്ത് 16 ഗ്രൂപ്പാക്കി മാറ്റി ആര്? നമ്മുടെ റെയ്മണ്ട് കാറ്റൽ. ഗ്രൂപ്പാക്കി മാറ്റത് ഫാക്ടർ അനാലിസിസ് എന്നുള്ള സ്റ്റാറ്റി ടെക്നിക് ഉപയോഗിച്ചിട്ടാണ്. ഈ 16 ഫാക്ടേഴ്സ് ആണ് വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡോമിനൻസ്. ട്രൈറ്റുകളായിട്ട് പറയുന്നത് വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, ഡോമിനൻസ്, ലൈവ്ലിനെസ്, റൂൾ കോൺഷ്യസ്നെസ്, സോഷ്യൽ ബോൾഡ്നെസ്, സെൻസിറ്റിവിറ്റി, വിജിലൻസ്, അബ്സ്ട്രാക്ട്നെസ്, പ്രൈവറ്റ്നെസ്, അപ്രിഹെൻഷൻ, ഓപ്പൺനെസ് ടു ചേഞ്ച്, സെൽഫ് റെസിലിയൻസ്, പെർഫെക്ഷനിസം ആൻഡ് ടെൻഷൻ. ഇങ്ങനെ 16 ട്രൈറ്റുകളാക്കി 18,000 വേർഡ്സിനെ ഗ്രൂപ്പാക്കി 16 ട്രൈറ്റുകളാക്കി മാറ്റിയാര്? റെയ്മണ്ട് കാറ്റൽ. ഈ 16 എണ്ണത്തിന് അദ്ദേഹം വിളിച്ചത് സോഴ്സ് ട്രൈറ്റ് എന്ന്, which refers to of the underlying basic factor which can explain one's personality. ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ ഈ 16 കോമ്പിനേഷൻ ആയിരിക്കും എന്നാ പറഞ്ഞത്. സോഴ്സ് ട്രൈറ്റുകൾ എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. അദ്ദേഹത്തിന്റെ പ്രകാരം 2 ട്രൈറ്റുകളാണ്. ആൽപോർട്ട് സെൻട്രൽ, കാർഡിനല്, സെക്കൻഡറി ആണെങ്കിൽ കാറ്റലിൻ്റെത് സോഴ്സ് ട്രൈറ്റും സർഫേസ് ട്രൈറ്റും. ആൽപോർട്ട് കണ്ടെത്തിയ 18,000 വാക്കുകളെ 16 ഗ്രൂപ്പാക്കിയതാണ് സോഴ്സ് ട്രൈറ്റ്. Okay, the source trait exists at a deeper level in contrast to the surface trait that are observable from outside. Kado, source trait ഒരു ഡീപ്പർ ലെവലിലാണ് കിടക്കുന്നത്. ഓക്കെ, സർഫേസ് ട്രൈറ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും നമുക്ക് ഔട്ട്സൈഡ്. നോക്കിക്കേ, സർഫേസ് ട്രൈറ്റ് എന്താണ്? ഇൻക്ലൂഡ്സ് എ സെറ്റ് ഓഫ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ടുഗദർ ഡിസ്ക്രൈബ് എ പെർട്ടിക്കുലർ. കേട്ടോ, സോഴ്സ് ട്രൈറ്റിന് ഒരു കൂട്ടാണെന്ന് പറയാം സർഫേസ് ട്രൈറ്റ്. എക്സാമ്പിൾ നോക്കിക്കേ, എക്സ്ട്രാവേർഷൻ ഇസ് ഡിസ്ക്രൈബ് ടുഗദർ ബൈ സർട്ടൻ ക്യാരക്ടേഴ്സ് സച്ച് ആസ് ഫ്രണ്ട്ലിനെസ്, സോഷ്യലി മിക്സിംഗ്, ഓപ്പൺനെസ്. അതായത് നമ്മുടെ സോഴ്സ് ട്രൈറ്റിന്റെ ഒരു ഗ്രൂപ്പാണ് സർഫേസ് ട്രൈറ്റ് എന്ന് പറയാം. അതായത് എന്താ പറയുക, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഫ്രണ്ട്ലിനെസ് ഒരു സർഫേസ് ട്രൈറ്റ് ആണ്. അത് 2-3 സോഴ്സ് ട്രൈറ്റുകളായിട്ടുള്ള എക്സ്ട്രാവേർഷൻ എന്നുള്ളത് സർഫേസ് ട്രൈറ്റ് ആണ്. അത് ഫ്രണ്ട്ലിനെസ്, സോഷ്യലി മിക്സിംഗ്, ഓപ്പണിംഗ്നെസ് ഒക്കെ ഉള്ള സർഫേസ് ട്രൈറ്റുകളുടെ ഒരു സോഴ്സ് ട്രൈറ്റുകളുടെ ഒരു കൂട്ടാണെന്ന് പറയാം. ശ്രദ്ധിക്കണേ, 2 ടൈപ്പാണ്, സോഴ്സും സർഫേസും. ഈ സോഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 18,000 വേർഡ്സിൽ നിന്ന് ചുരുക്കി 16 സോഴ്സ് ട്രൈറ്റുകളാക്കിയ ഈ 16ന്റെ ഒരു കോമ്പിനേഷൻ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഒരു 1-2 ട്രൈറ്റുകളുടെ കോമ്പൈൻ ആയിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ട്രൈറ്റ്സിനെയാണ് അദ്ദേഹം സർഫേസ് ട്രൈറ്റ് എന്ന് വിളിച്ചത്. എക്സാമ്പിൾ ആയിട്ട്
എക്സ്ട്രാവേർഷൻ എന്ന സർഫസ് ട്രൈറ്റിൽ ഫ്രണ്ട്ലിനെസ്, സോഷ്യലി മിക്സിംഗ്, ഓപ്പൺനെസ് എന്നൊക്കെയുള്ള ട്രൈറ്റുകളാണ് ഉൾപ്പെട്ടിട്ട് ഉള്ളത്. കാറ്റിൽ പ്രപ്പോസ് ദ പേഴ്സണാലിറ്റി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ദ പേഴ്സൺ. എപ്പോഴും കാറ്റിൽ പറഞ്ഞിട്ടുണ്ട് ആ ആളും ആ സിറ്റുവേഷനും. ഒരു ആക്സിഡന്റ് ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആള്, ആക്സിഡന്റ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആള്, ആക്സിഡന്റ് ദേഷ്യക്കാരനായുള്ള ആള്. ആ സിറ്റുവേഷനും ആ ആളെയും അനുസരിച്ചായിരിക്കും പേഴ്സണാലിറ്റി ഉണ്ടാവാ. The trait interact with the situation factor and influence the personality. ആ ട്രൈറ്റും സിറ്റുവേഷനും കൂടി ഇന്ററാക്ട് ചെയ്തിട്ടാണ്. He denotes it with a formula. ഈ ട്രൈറ്റും പേഴ്സണാലിറ്റിയും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുള്ള അദ്ദേഹം ഒരു ഫോർമുല ഉണ്ടാക്കി. R is equal to F into SP. ഇവിടെ R എന്ന് പറയുന്നത് പേഴ്സന്റെ റെസ്പോൺസ് ആണ്. അയാൾ രക്ഷിച്ചു. ആക്സിഡന്റ് പേഴ്സണൽ റെസ്പോൺസ് ഇട്ടോ, അയാൾ രക്ഷിച്ചു. ആക്സിഡന്റ് പറ്റി കിടന്ന ആളെ അയാൾ രക്ഷിച്ചു, ഇതാണ് റെസ്പോൺസ്. ഇത് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? എഫ് ഫംഗ്ഷൻ ആണ്. എസ് ഇസ് ദ സ്റ്റിമുലസ് സിറ്റുവേഷൻ. ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ രക്ഷിക്കാനും, എനിക്ക് രക്ഷിക്കാനും അറിയാം. സ്റ്റിമുലസ് സിറ്റുവേഷൻ. ദ പേഴ്സണാലിറ്റി സ്ട്രക്ചർ ഓഫ് ദി ഇൻഡിവിജ്വൽ. പേഴ്സണാലിറ്റി എന്താണ്? ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്, എനിക്ക് ആളുകളോട് മിങ്കിൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ ആളെ രക്ഷിച്ചു. നേരെ മറിച്ച് സ്റ്റിമുലസ് സിറ്റുവേഷൻ എന്താണ്? ആക്സിഡന്റ് ആണ്, ഞാൻ ഇൻട്രോവേർട്ട് ആണ്, എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല. അവിടെ ആർ എന്തായിട്ട് മാറും? നമ്മൾ അവോയ്ഡ് ചെയ്ത് പോയി. നമ്മൾ ചെയ്യുന്നത് ആ സിറ്റുവേഷനും നമ്മുടെ പേഴ്സണാലിറ്റിയും അനുസരിച്ചായിരിക്കും എന്നാണ് കാറ്റില് പറഞ്ഞത്. കാറ്റിൽ ഹാസ് കൺസിഡർ ദ റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ട്രൈറ്റ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹെറിഡിറ്ററി, പാരമ്പര്യവും ചുറ്റുപാടും ചേർന്നിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് രൂപപ്പെടുന്നത്. This is reflected in his categorization of source traits into constitutional trait and derived from the biological and physiological condition of the person, the environmental mold trait that are influenced by physical and social environment of the person. അതുകൊണ്ടാണ് ഈ സോഴ്സ് ട്രൈറ്റുകളെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ് എന്നും എൻവയോൺമെന്റ് മോൾഡ് ട്രൈറ്റ് എന്നും വിളിച്ചിട്ടുള്ളത്. സോഴ്സ് ട്രൈറ്റിനെ രണ്ടാക്കി. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് പാരമ്പര്യം വഴി കിട്ടുന്ന സോഴ്സ് ട്രൈറ്റുകൾ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ് എന്നും, ചുറ്റുപാട് വഴി കിട്ടുന്ന ട്രൈറ്റിന് അദ്ദേഹം എൻവയോൺമെന്റ് മോൾഡ് ട്രൈറ്റ് എന്നും പറയുന്നു. അച്ഛന്റെ ദേഷ്യമാണ് കിട്ടിയിരിക്കുന്നത്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ് ആണ്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അമ്മ ആരോട് അങ്ങനെ പൊട്ടിത്തെറിക്കില്ല, കണ്ടിട്ടില്ല, അമ്മ പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വീട്ടിലൊരു നല്ല അന്തരീക്ഷമാണ്, അത് കണ്ടിട്ടാണ്. കുഞ്ഞു ദേഷ്യമുണ്ട് പക്ഷെ അങ്ങനെ പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. രണ്ടാമത്തത് എൻവയോൺമെന്റ് മോൾഡ് ട്രൈറ്റ് ആണ്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ട്രൈറ്റ് വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് പാരമ്പര്യമായിട്ടും, രണ്ട് ചുറ്റുപാടിൽ നിന്നും. ഈ പാരമ്പര്യമായിട്ട് വരുന്ന സോഴ്സ് ട്രൈറ്റുകൾ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ് എന്നും, ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ട്രൈറ്റുകളെ അദ്ദേഹം എൻവയോൺമെന്റ് മോൾഡ് ട്രൈറ്റ് എന്നും വിളിച്ചു. പറഞ്ഞു വന്നത് കാറ്റലിന്റെ ട്രൈറ്റ് തിയറിയാണ്. ആൽപോർട്ട് 18,000 വാക്കുകൾ ഉപയോഗിച്ചപ്പം ആ 18,000 ചുരുക്കി 16 ഗ്രൂപ്പാക്കി മാറ്റി അദ്ദേഹം അതിന് സോഴ്സ് ട്രൈറ്റ് എന്ന് വിളിച്ചു. ഇനി സോഴ്സ് ട്രൈറ്റിന് ഒരു കൂട്ടത്തിനെ അദ്ദേഹം സർഫസ് ട്രൈറ്റ് എന്ന് വിളിച്ചു. അങ്ങനെ രണ്ട് തരം ട്രൈറ്റ് ആണ് നമുക്കുള്ളത്, സോഴ്സ് ട്രൈറ്റും സർഫസ് ട്രൈറ്റും. പിന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരാൾ എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാ, ആ സിറ്റുവേഷനും അയാളുടെ ട്രൈറ്റും അനുസരിച്ചായിരിക്കും. അത് പറയാൻ വേണ്ടി അദ്ദേഹം ഒരു ഫോർമുല ഉണ്ടാക്കി, R is equal to FSP. ഓക്കെ. പിന്നെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് ജനറ്റിക്കലി ഉണ്ട്, ചുറ്റുപാടിൽ നിന്ന്. സോഴ്സ് ട്രൈറ്റുകൾക്ക് രണ്ട് ഒറിജിൻ ഉണ്ട്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, ബയോളജിക്കൽ ഒറിജിൻ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ് എന്നും, ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ട്രൈറ്റിന് അദ്ദേഹം എൻവയോൺമെന്റ് മോൾഡ് ട്രൈറ്റ് എന്നും വിളിച്ചു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അടുത്ത തിയറിയാണ്, അടുത്ത ട്രൈറ്റ് തിയറിയാണ് 5 ഫാക്ടർ തിയറി. ബിഗ് 5 ഫാക്ടർ തിയറി എന്നൊക്കെ പറയും കേട്ടോ. മാക്രെയും പോൾ കോസ്റ്റിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദ 5 ഫാക്ടർ തിയറി ഓഫ് ബിഗ് 5 focused on 5 basic personality traits described by the acronym OCEAN വെച്ചിട്ടാണ്. ഓപ്പൺനെസ്, കൺസൈറ്റീഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾസ്, ന്യൂറോട്ടിസം. ഈ 5 ട്രൈറ്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ 5 ട്രൈറ്റിന്റെ കോമ്പിനേഷൻ ആയിരിക്കും ഒരാൾക്ക് ഉണ്ടാവാന്നാണ് പറയാം. ഒന്നുകിൽ ആൾ ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ ആൾ ക്ലോസ്. ഓപ്പൺനെസ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഇന്റലക്ട് ആയിരിക്കും, ഇമാജിനേഷൻ ഉള്ള, കുറച്ചൊരു എന്താ പറയുക, തുറന്ന ചിന്താഗതിയിലാണ്.
കൺസൈറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ലക്ഷ്യബോധത്തോടെ ചെയ്യുന്ന ആളാണ് കൺസൈറ്റേഷൻ, അല്ലെങ്കിൽ കൺസൈറ്റേഷൻസ് ഇല്ലാത്തതാണ്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിരിക്കും, ഇൻട്രോവേർട്ട് ഒതുക്കി കൂടുന്ന ആളായിരിക്കും. അഗ്രിയബിൾനെസ് ആണെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക, ഭയങ്കര കൈൻഡ്, ദയാലു, അങ്ങനെയൊക്കെയുള്ള. ന്യൂറോട്ടിസം എന്ന് പറയുന്നത് ഭയങ്കര ആൻഷ്യസ്, ഇറിറ്റബിൾ. അപ്പൊ ഇതിൽ 5ന്റെയും കോമ്പിനേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഒരാളുടെ പേഴ്സണാലിറ്റി എന്നാണ് പറയാം. Okay, first one, openness. Include traits like intellect ആയിരിക്കും, imagination ഉണ്ടായിരിക്കും, insightful ആയിരിക്കും, artistic ആയിരിക്കും, creative ആയിരിക്കും. രണ്ടാമത് കൺസൈറ്റീഷ്യസ്നെസ് ആണ്. ഇപ്പൊ ഒന്നിൽ ഓപ്പൺനെസ് ആയിരിക്കും ആൾക്ക്, അല്ലെങ്കിൽ അയാൾ ക്ലോസ്ഡ്, അല്ലെങ്കിൽ നോ ഓപ്പൺനെസ് ആയിരിക്കും. ഓക്കെ, കോമ്പിനേഷൻ ആട്ടോ, പല പല കോമ്പിനേഷൻ വരും. രണ്ടാമത് കൺസൈറ്റീഷ്യസ്നെസ് ആണ്. ആള് കെയർഫുൾ ആയിരിക്കും, തോട്ട്ഫുൾ ആയിരിക്കും, ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇൻക്ലൂഡ്സ് പേയിങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. ഭയങ്കര ഡീറ്റെയിൽഡ് അറ്റൻഷൻ കൊടുക്കുന്ന ആൾ, അതായത് എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ആളായിരിക്കും. പ്ലാൻ ചെയ്യുന്ന ആളായിരിക്കും, ഗോൾ ഡയറക്റ്റഡ് ആയിരിക്കും, ഇമ്പൾസ് കൺട്രോളും ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത ആള് കൺസൈറ്റേഷൻസ് ഇല്ലാത്ത ആൾ. പിന്നെ എക്സ്ട്രാവേർട്ട് ഇൻക്ലൂഡ്സ് ട്രൈറ്റ് ലൈക് സോഷ്യബിലിറ്റി. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, എക്സൈറ്റബിൾ ആയിരിക്കും, ഗ്രിഗ്രേഷ്യസ് ആയിരിക്കും, അസർട്ടീവ് ആയിരിക്കും. ബാങ്ക് വിളിക്കുന്നുണ്ട്, 2 മിനിറ്റ്. Why didn't you reply to my text? Okay.
ഇപ്പൊ ഫസ്റ്റ് നമ്മുടെ ബിഗ് 5 ഫാക്ടർ തിയറി ആണ്. അതില് ഫസ്റ്റ് വൺ ഓപ്പൺനെസ് എന്ന ട്രൈറ്റ് ആണ്. ആള് ഭയങ്കര ഇമാജിനേറ്റീവ്, ഒരു എന്താ പറയുക, ഉയർന്ന ചിന്താഗതിയുള്ള ആളായിരിക്കും, ഇൻസൈറ്റ്ഫുൾ ആയിരിക്കും, ആർട്ടിസ്റ്റിക് ഒക്കെ ആയിരിക്കും, നല്ല എല്ലാം ഒരു എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ള ലീഗത്തിലായിരിക്കും. കൺസൈറ്റീഷ്യസ് കുറച്ചുകൂടി ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര പ്ലാനിങ് ഒക്കെ ഉള്ള ആളായിരിക്കും. എക്സ്ട്രോവേർഷൻ ആണെങ്കിലും എനർജറ്റിക് ആയിരിക്കും, എക്സൈറ്റബിലിറ്റി, അസേർട്ടീവ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കും. ഹൈ ഇമോഷണൽ എക്സ്പ്രസീവ്, അതിലെല്ലാം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. ദേഷ്യമാണെങ്കിൽ സങ്കടമാണ് എക്സ്പ്രസ് ചെയ്യും. നേരെ മറിച്ച് ഇൻട്രോവേർട്സ് ആണെങ്കിൽ അവരിൽ ഒതുങ്ങിക്കൂടി, ഒരിക്കലും നോ പറയാത്ത, ഒന്നും പറയാത്ത ഒതുങ്ങിക്കൂടുന്ന ടൈപ്പ് ആയിരിക്കും. ഇനി അഗ്രിയബിൾ ആണ് നാലാമത്തെ ട്രൈറ്റ്. അവർ ട്രസ്റ്റ്ഫുൾ ആയിരിക്കും, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, എല്ലാവരും സഹായിക്കുന്നവരായിരിക്കും, കൈൻഡ് ആയിരിക്കും, എഫെക്ഷൻ ആയിരിക്കും, പ്രോ സോഷ്യൽ, എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലായിരിക്കും, ആൾട്രൂയിസ്റ്റിക് ഒക്കെ സഹായിക്കാന്നുണ്ട്. പ്രോ സോഷ്യലും ആൾട്രൂയിസ്റ്റിക് ഒക്കെ ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നതിനാണ് ആൾട്രൂയിസ്റ്റിക്. തിരിച്ചെന്തെങ്കിലും കിട്ടുന്ന കരുതി സഹായിക്കുന്നത് പ്രോ സോഷ്യൽ. ഇനി ന്യൂറോട്ടിസം ഉണ്ട്. ഈ ന്യൂറോട്ടിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷ്യസ് ആയിരിക്കും, അതുപോലെ തന്നെ മൂഡി ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും. അവിടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, ഒരിക്കലും ഇമോഷൻസിൽ അവർക്ക് സ്റ്റേബിൾ ഉണ്ടായിരിക്കില്ല. ഈച്ച് ഓഫ് ദീസ് 5 ട്രൈറ്റ് ദസ് ഹയർ ഓർഡർ ട്രൈറ്റ്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ഇന്റർ റിലേറ്റഡ് ലോവർ ഓർഡർ. ഹയർ ലോവർ ഒക്കെ ആയിട്ട് അതായത് ഈ 5നും ഹയർ സ്കോറും ഉണ്ട്, ലോവർ സ്കോറും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിക്കേ, ഓപ്പൺനെസ് ഹൈ ആയിട്ടുള്ളവര് ക്യൂരിയസ് ആയിരിക്കും, വൈഡ് റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റും ഇൻഡിപെൻഡന്റും ആയിരിക്കും. ലോ ആയിരിക്കുന്നത് പ്രാക്ടിക്കൽ, കൺവെൻഷണൽ, പ്രിഫർ റുട്ടീൻ ആയിരിക്കും. കണ്ടോ, ഓരോന്നും. കൺസൈറ്റീഷ്യസ് ലോവർ ഉള്ളവർ ഇമ്പൾസീവ് ആയിരിക്കും, കെയർലെസ് ആയിരിക്കും, ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. ഹൈ ഉള്ളവർ ഞാൻ പറഞ്ഞില്ലേ 2 വശം ഉണ്ട്, ഇതാണ് നമ്മുടെ ഒരു വശം, ഇതാണ് ഒരു വശം. ഓപ്പൺനെസ് കൂടിയവര് ഭയങ്കര ഇൻട്രസ്റ്റുകളും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കുറഞ്ഞവര് പ്രാക്ടിക്കൽ ആയിരിക്കും, റുട്ടീൻ, അവരൊന്നും പുതിയതായിട്ട് തിരഞ്ഞെടുക്കൂല. ഒരു ജോബ് ഉണ്ടെങ്കിൽ ആ ജോബ് തന്നെ തൂങ്ങി പിടിച്ചിരിക്കും, ഓപ്പൺ ആയിരിക്കില്ല, ഒന്നും പരീക്ഷിക്കുക. അതാണ് പ്രിഫേഴ്സ് റുട്ടീൻ. കൺസൈറ്റീഷ്യസ് ഹൈ ഉള്ളവര് ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ഡിപ്പെൻഡബിൾ ആയിരിക്കും, ഓർഗനൈസ്. നേരെ മറിച്ച് കൺസൈറ്റീഷ്യസ് ഇല്ലാത്തവര് ഇമ്പൾസീവ് ആയിരിക്കും, കെയർലെസ് ആയിരിക്കും, ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. ഇനി എക്സ്ട്രോവേർഷനിൽ കൂടുതലാണെങ്കിൽ ഔട്ട് ഗോയിങ്, വാം, അഡ്വഞ്ചറസ് ഒക്കെ ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആണ്. സ്ലോ സ്കോർ ആണെങ്കിൽ ക്വയറ്റ് ആയിരിക്കും, റിസർവ്ഡ് ആയിരിക്കും, വിഡ്രോൺ ആയിരിക്കും. അഗ്രിയബിൾനെസ് കൂടുതലുള്ളവര് ഹെൽപ്ഫുൾ, ട്രസ്റ്റിംഗ്, എമ്പതറ്റിക് ആയിരിക്കും. ഇല്ലാത്തവര് ക്രിട്ടിക്കൽ ആയിരിക്കും, അൺകോപ്പറേറ്റീവ് ആയിരിക്കും, എപ്പോഴും സസ്പീഷ്യസ്നെസ് ആയിരിക്കും, സംശയത്തോടായിരിക്കും. ന്യൂറോട്ടിസം ഹൈ ഉള്ളവര് ആൻഷ്യസ്, അൺഹാപ്പി, പ്രോൺ ടു നെഗറ്റീവ് ഇമോഷൻസ് ആണ്. അല്ലെങ്കിൽ കുറവുള്ളവർ കാം ആയിരിക്കും, ഈവൻ ടെമ്പേർഡ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. ഇതിനൊരു കോമ്പിനേഷൻസ് ആയിരിക്കും. ചിലപ്പം എന്റേത് ഞാൻ ഏകദേശം പറഞ്ഞുതരാം. എന്റേത് കേട്ടോ, ഞാൻ ഓപ്പൺനെസ് ഹൈ ആണ്, കൺസൈറ്റീഷ്യസും ഹൈ ആണ്, എക്സ്ട്രോവേർട്ടും ഹൈ ആണ്, അഗ്രിയബിൾനെസ്സും കുഴപ്പമില്ലാതെ ഉണ്ട്, ഒരു ആവറേജ് അഗ്രിയബിൾനെസ് ഉണ്ട്. ന്യൂറോട്ടിസം ലോ ആണ്, ന്യൂറോട്ടിസം ലോ. അത് ഓരോരുത്തരും അതിനനുസരിച്ച് കോമ്പിനേഷൻ ആയിട്ടിരിക്കും. ചിലവര് ഓപ്പൺനെസ് ഹൈ ആയിരിക്കും, പക്ഷെ കൺസൈറ്റീഷ്യസ് ഭയങ്കര ലോ ആയിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. എക്സ്ട്രാവേർഷൻ ഹൈ ആയിരിക്കും, അതേ സമയത്ത് അഗ്രിയബിൾനെസ് ലോ ആയിരിക്കും. അങ്ങനെ ഇതിന്റെ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും പേഴ്സണാലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആര്? Big 5 factor theory. According to 5 factor theory, personality trait reflect the basic tendencies of individuals, thus highlighting a genetic or biological basis of personality. 5 factor ബയോളജിക്കൽ ബേസിസ് പേഴ്സണാലിറ്റിയാണ്. അൺഹാപ്പി, നമ്മുടെ ദേഷ്യം, അങ്ങനെ ഒരു ബയോളജി ട്രൈറ്റ് വെച്ചിട്ട് പറയുന്ന ഒരു പേഴ്സണാലിറ്റി തിയറിയാണ് നമ്മുടെ ബിഗ് 5 ഫാക്ടർ തിയറി. Interaction of these basic tendencies, ഈ 5 വെച്ചിട്ട് with the environment factors influence the development of personality. ആണോ, ഈ 5 ടെൻഡൻസിയും നമ്മൾ മറ്റുള്ളവരുടെ ഇടപഴകുന്ന വെച്ചിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുക എന്നാണ് ബിഗ് 5 ഫാക്ടർ പറയുന്നത്. The big 5 factor theory has been studied widely across culture and evidence point on its effectiveness in predicting wide array of behavior. ഒരുപാട് കൾച്ചറിൽ പഠിക്കുകയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ സ്വഭാവം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന കൂടെ തിയറിയാണ് ബിഗ് 5 ഫാക്ടർ. 5 ട്രൈറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഓഷ്യൻ എന്നുള്ള അക്രണിം ആട്ടോ. ഓ ഓപ്പൺനെസ്, സി കൺസൈറ്റീഷ്യസ്നെസ്, ഇ എക്സ്ട്രാവേർഷൻ, എ അഗ്രിയബിൾനെസ് ആൻഡ് 5th one എൻ.
ഓക്കെ ആണോ? ബിഗ് 5 ഫാക്ടർ തിയറി ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ബയോളജിക്കൽ ട്രൈറ്റ് തിയറി. ഐസക് പറഞ്ഞിരിക്കുന്നത്, ഐസക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാട്ടോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ, ന്യൂറോട്ടിസം, സൈക്കോട്ടിസം, ഇങ്ങനെ 3-4 മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഐസകിനെയാണ് EPQ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റനെയർ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. EPQ ഐസക്സ് പേഴ്സണാലിറ്റി ക്വസ്റ്റനെയർ. അദ്ദേഹത്തിന്റെ ഭാര്യ സിബിൽ ഐസക്കും കൂടി രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ക്വസ്റ്റനെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റനെയർ ആണ് EPQ. ഇപ്പം EPQR ഐസക്സ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യൻ റിവൈസ്ഡ് ആണ്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാലത്ത് വരെ അത് ഉപയോഗത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാവും, 3rd ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും. അപ്പൊ ബയോളജിക്കൽ ട്രൈറ്റ് തിയറി. ഐസക് പ്രപ്പോസ് ദ ബയോളജിക്കൽ ട്രൈറ്റ് തിയറി വിച്ച് പ്ലേസ് എ ഗ്രേറ്റ് എംഫസിസ് ഓൺ ബയോളജിക്കൽ ബേസിസിലാണ്. ബിഗ് 5 ഫാക്ടർ പോലെ തന്നെ നമ്മുടെ ശാരീരികപരമായിട്ട് പേഴ്സണാലിറ്റിനെ പറഞ്ഞൊരു തിയറിയാണ് ബയോളജിക്കൽ ട്രൈറ്റ് തിയറി. ഹിസ് തിയറി പ്രപ്പോസ് ദാറ്റ് പേഴ്സണാലിറ്റി കൺസിസ്റ്റ് ഓഫ് 3 dimensions. 3 ഒന്ന് അദ്ദേഹം അതിനെ സൂപ്പർ ട്രൈറ്റ്സ് എന്നാട്ടോ വിളിച്ചത്. ഓൾസോ കോൾഡ് ടൈപ്സ് എന്നും. That can be explained in contrast to 16 traits as given by Cattell. Cattell 16 പറഞ്ഞെടുത്തത് 3 ആക്കി മാറ്റി. ഈ ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒറ്റ ഇൻട്രോവേർഷൻ ഓർ എക്സ്ട്രോവേർഷൻ, ഇതാണ് ഫസ്റ്റ് വൺ. അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ന്യൂറോട്ടിസം, സെക്കൻഡ് വൺ. ആൻഡ് നമ്മുടെ മൂന്നാമത്തത് സൈക്കോട്ടിസം. ഒന്നെങ്കിൽ ആൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിരിക്കും. ഒന്നെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ, ദേഷ്യവും വാശവും സങ്കടം കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ അയാൾ ന്യൂറോട്ടിക് ആയിട്ടൊന്നും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കില്ല. മൂന്നാമത് സൈക്കോട്ടിസം ആണ്. ഫസ്റ്റ് ഈ 2 മാത്രമായിട്ട് കണ്ടുപിടിച്ചത്, പിന്നീട് അദ്ദേഹം എഴുതി ചേർത്ത ഒരെണ്ണമാണ്. The last dimension was earlier known as psychotism. However, the term has renamed as psychotism. Refers to psychological disorder which I said did not mean. പിന്നീട് ഇതിനെ മാറ്റി. സൈക്കോട്ടിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് പിന്നീട് ഇത് മാറ്റി. When Eisen talks about types, he does not mean discontinuity. Rather, these 3-dimension traits range from one extreme to another. അതേ ഡിസ്കണ്ടിന്യൂറ്റി എന്നല്ല, ഒന്നെങ്കിൽ ന്യൂറോട്ടിസം അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഒന്നെങ്കിൽ എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട്. ഇങ്ങനെ എന്താണ് എക്സ്ട്രീം ആയിരിക്കുന്നതാണ് അനദർ. ഒന്നെങ്കിൽ ഞാൻ ന്യൂറോട്ടിക് ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് അല്ല, ഒന്നെങ്കിൽ ഞാൻ എക്സ്ട്രോവേർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇൻട്രോവേർട്ട്. Introversion refers to being shy, reserved, whereas extroversion refers to the sociableness or outgoing nature of the person. Introversion shy ആയിരിക്കുക, ഉൾവലിഞ്ഞിരിക്കാനാണ്. എക്സ്ട്രോവേർട്ട് ഔട്ട്ഗോയിങ് ആയിരിക്കാനാണ്. This trait is similar to the extroversion trait, big 5 factor. Big 5 factor extroversion പോലെ തന്നെയാണ്. ഇനി ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റൻസി ഇൻ വൺസ് മൂഡ് ആൻഡ് ഇമോഷൻ. കണ്ടോ, മൂഡിനെയും ഇമോഷൻസിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ, പൊട്ടിത്തെറിക്കാത്ത രീതിയിൽ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, ന്യൂറോട്ടിസം ഡയമെൻഷൻ വിച്ച് ഇസ് ഓൾസോ ഇൻ ബിഗ് 5 ഫാക്ടർ റെഫേഴ്സ് ടു ബീങ് മോർ ഇമോഷണൽ, ടെൻസ്, ആൻഷ്യസ്നെസ് ആൻഡ് മൂഡി. ഇമോഷണൽ ആയിരിക്കുന്നതാണ് ഏത് ന്യൂറോട്ടിസം. അതിലൊരു കൺട്രോൾ ഉള്ളതാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഈ മൂന്നാമത്താണ് constraint trait refers to ability to control impulse, that is similar to the conscientious trait on the big 5 factor. The constraint trait range from low constraint, high psychotism, the neurotic extraversion segment, to high constraint to low psychotism, the introversion emotionally stable segment. ഇവിടെ constraint trait എന്ന് പറയുന്നത് ഇമ്പൾസുകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. ഇമ്പൾസുകളെ, സെക്സ് ഇമ്പൾസ്, അതുപോലെ തന്നെ ആങ്കർ ഇമ്പൾസ്, ഈ ഇമ്പൾസുകളെ, ഇമോഷനെ അല്ല, ഇമ്പൾസുകളെ കൺട്രോൾ, അതാണ് സൈക്കോട്ടിസത്തിന് പേര് മാറ്റിയതാട്ടോ. കൺസ്ട്രൈൻഡ് ട്രൈറ്റ് എന്ന് സൈക്കോട്ടിസത്തിന് പേര് മാറ്റിയതാണ്. ഇമ്പൾസുകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവിനെയാണ് കൺസ്ട്രൈൻഡ് ട്രൈറ്റ് എന്ന് വിളിച്ചത്. അത് നമ്മുടെ കൺസൈന്റീഷ്യസ്നെസ് പോലെയാണ് ബിഗ് 5 ഫാക്ടറിൽ. ഈ കൺസ്ട്രൈൻഡ് ട്രൈറ്റ് ലോ, ഹൈ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കൺസ്ട്രൈൻഡ് ട്രൈറ്റ് ലോ ആണെങ്കിൽ അർത്ഥം എന്താണ്? ഹൈ സൈക്കോട്ടിസം എന്നാണ്. അതായത് ആള് ന്യൂറോട്ടിക്കും ആയിരിക്കും എക്സ്ട്രോവേർഷനും ആയിരിക്കും. കണ്ടോ, നോക്കിക്കേ, കറക്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ കൺസ്ട്രൈൻഡ് ട്രൈറ്റ് റേഞ്ച് ഫ്രം ലോ കൺസ്ട്രൈൻഡ് ടു ഹൈ സൈക്കോട്ടിസം. ഒന്നെങ്കിൽ ലോ കൺസ്ട്രൈൻഡ് അല്ലെങ്കിൽ ഹൈ സൈക്കോട്ടിസം. ആൾ എങ്ങനെയായിരിക്കും? ന്യൂറോട്ടിക്കും ആയിരിക്കും എക്സ്ട്രോവേർഷനും ആയിരിക്കും. അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ നമ്മൾ ആളെ പറയുന്ന കൺസ്ട്രൈൻഡ് ലോ അല്ലെങ്കിൽ ഹൈ സൈക്കോട്ടിസം. രണ്ടാമത്തെ നോക്കിക്കേ,
ഹൈ കൺസ്ട്രൈൻഡ് ലോ സൈക്കോട്ടിസം. ലോ സൈക്കോട്ടിസം ആളുകൾ എങ്ങനെയായിരിക്കും? ഇൻട്രോവേർട്ട് ആയിരിക്കും, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് കൺസ്ട്രൈൻറ്റിനെ പറയുന്നത്. അക്കോർഡിംഗ് ടു ഐസൻ, these personality traits such as introversion or extroversion are affected by biological. Introversion or extroversion ഒക്കെ കാരണം ബയോളജിക്കൽ ആണെന്നാണ് ആര് പറയുന്നത്? ഐസെങ്ക് പറയുന്നത്. ഐസെങ്ക് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ട്രൈറ്റ് തിയറി അല്ലെങ്കിൽ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട്, രണ്ടാമത്തത് സൈക്കോട്ടിസം ന്യൂറോട്ടിസം അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി. മൂന്നാമത് ഒരെണ്ണം അദ്ദേഹം കണ്ടെത്തിയപ്പം ആദ്യം അദ്ദേഹം അതിനെ സൈക്കോട്ടിസം എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. സൈക്കോട്ടിസം. പിന്നീട് സൈക്കോട്ടിസം ഒരു ഡിസോർഡർ ആയതിനെക്കൊണ്ട് അദ്ദേഹം ആ ഡിസോർഡറിന് മീൻ ചെയ്തിട്ടില്ല. സോ ആ പേരെടുത്ത് ഒഴിവാക്കി കൺസ്ട്രൈൻഡ് ട്രൈറ്റ് എന്ന് പറഞ്ഞു. ഈ കൺസ്ട്രൈൻഡ് ട്രൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ കൺസ്ട്രൈൻഡ് ലോ ആണെങ്കിൽ ഹൈ സൈക്കോട്ടിസം ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? അയാൾ ന്യൂറോട്ടിസ്റ്റും ആയിരിക്കും, എക്സ്ട്രോവേർട്ടും ആയിരിക്കും. ന്യൂറോട്ടിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കുക. സങ്കടം വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളെയാണ് ന്യൂറോട്ടിക് എന്ന് പറയുന്നത്. ന്യൂറോട്ടിക്കും ആയിരിക്കും, ഭയങ്കര ഔട്ട് ഗോയിങ് ഉള്ള ആളുകളെയാണ് നമ്മൾ കൺസ്ട്രൈൻഡ് ലോ അല്ലെങ്കിൽ ഹൈ സൈക്കോട്ടിക്സ് എന്ന് വിളിക്കാം. ഇനി ലോ സൈക്കോട്ടിക്സ് ആരാണ്? അവർ ഇൻട്രോവേർട്ടും ആയിരിക്കും, ഇമോഷണൽ സ്റ്റെബിലിറ്റി. നേരെ തിരിച്ച് ഇൻട്രോവേർട്ടും ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാര് ലോ സൈക്കോട്ടിസം, ഹൈ കൺസ്ട്രൈൻസ് ഉള്ളതായിരിക്കും. ഐസെങ്കിന്റെ തിയറിയുടെ പ്രത്യേകത, അദ്ദേഹം ബയോളജിക്കൽ ശാരീരികപരമായിട്ടാണ് പേഴ്സണാലിറ്റീനെ റെഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം, ബാസ് എന്ന് പറയും. ബാസ് ആൻഡ് ബിസ് ആണ്. ബാസ് ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം, ബിസ് ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം. One of the recent theories emphasizing the ബയോളജിക്കൽ ബേസിസിലാട്ടോ. ഫസ്റ്റ് ബയോളജിക്കൽ ട്രൈറ്റിൽ ഐസെങ്ക് ആണ്, രണ്ടാമത് ബയോളജിക്കൽ വരുന്നത് ആരാണ്? ബാസും ബിസ്സാണ്. ഇതില് one of the recent theories emphasizing the biological base of personality is the model advocated by Jeffrey Gray. അത് ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റം ബാസും ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം ബിസ്സുമാണ് പറയുന്നത്. ഈ ബാസും ബിസ്സും ആണ് പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ബിഹേവിയറൽ അപ്രോച്ച് സിസ്റ്റവും ബിഹേവിയറൽ ഇൻഹിബിഷൻ സിസ്റ്റം ബാസും ബിസ്സും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജെഫ്രി. ഇതാണ് ജെഫ്രി. ബാസ് ഇസ് ദ ഗോ സിസ്റ്റം. അവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്നുണ്ട്, പോയി രക്ഷിക്കുന്നൊക്കെ പറയുന്നതാണ് ബാസ്. ഓടിക്കഴിച്ചിലാക്കിയോ, അതൊന്നും നോക്കണോ, ചാവാണെങ്കിൽ അത്തോട്ടെ എന്ന് പറയുന്നത് ബിസ് സിസ്റ്റം. ബാസ് is the go system that is characterized by stimulus seeking and reward orientation. നമ്മൾ സ്റ്റിമുലസിനെ സീക്ക് ചെയ്യുക, റിവാർഡ് ഒക്കെ നമ്മൾ ഓൺ ആക്കുന്ന സിസ്റ്റം ആണ് ബാസ്. Whereas the BIS is the stop system, the brain that inhibits behavior, it may lead to anxiety. Anxiety ഉണ്ടാക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. നീ അവനെ രക്ഷിച്ച നീ ജയിലിൽ പോകും, പാതി പ്രതിയാകുന്ന കാലാണ്, മോനെ രക്ഷിക്കുന്നത്, നീ വീട്ടിൽ പോടും. BIS system. The individual here wants to avoid punishment, while BAS is more influenced by rewards. BAS റിവാർഡ് ആണെങ്കിൽ ബിസിന് പേടിയാണ് പണിഷ്മെന്റിനെ. ഈ രണ്ടും കൂടിയാണ് ഒരാളുടെ പേഴ്സണാലിറ്റിനെ തീരുമാനിക്കുന്നത് എന്നാണ് ജെഫ്രി പറഞ്ഞത്. Thus, BIS can be linked to neuroticism and BAS can be related to extraversion. കാരണം BIS ന്യൂറോട്ടിസം, BAS extraversion ആണ്. BAS and BIS involve different brain region linked to emotional relief. ബ്രെയിൻ റീജിയനുമായിട്ട് കണക്റ്റഡ് ആണ് ബാസും ബിസും എന്നാണ് ജെഫ്രി പറഞ്ഞിരിക്കുന്നത്. ഈ ബാസ് റീജിയനും ബിസ് റീജിയനും ആണ് നമ്മളെ പേഴ്സണാലിറ്റിയുടെ തിരികെ. ബാസ് എന്താണ്? ഗോ സിസ്റ്റം, ബിസ് സ്റ്റോപ്പ് സിസ്റ്റം. ബാസസ് എന്താണ്? എക്സ്ട്രോവേർഷൻ ആണെങ്കിൽ ബിസ് ന്യൂറോട്ടിസ് ആണ്. ഇത് രണ്ടും ബ്രെയിനിന്റെ ഏരിയാസുമായിട്ട് കണക്റ്റഡ് ആണെന്നൊക്കെയുള്ള രീതിയിൽ ഒരു ട്രൈറ്റ് തിയറി പറഞ്ഞ ആളാണ് ആര്? ബയോളജിക്കൽ ട്രൈറ്റ് തിയറി പറഞ്ഞ ആളാണ് ആര്? ജെഫ്രി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ബാസും ബിസും. ഇനി അടുത്താണ് വളരെ രസകരമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ തിയറിയില് എന്തൊക്കെയാണെന്ന്. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓൺ സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. The mainstream psychology mainly reflect the Western notion of self and personality. Mainstream psychology Western മാത്രമാണ് നോക്കുന്നതെങ്കിലും
It advocates an individualistic orientation. Western for individualistic, നമ്മളത് എന്താണ് കളക്ടേഴ്സ് ആണ്. അതായത് നമ്മള് ഇൻഡിവിജ്വലിസക്കാരല്ല, നമ്മള് കൂട്ടം കൂടി കൾച്ചർ ഓറിയന്റഡ് ആയിട്ട് ജീവിക്കുന്ന ആളാണ്. വെസ്റ്റേണേഴ്സ് ഫുൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അവർ സ്വന്തം കാര്യം മാത്രം. അവരുടെ വെഡിങ് ഒക്കെ കണ്ടില്ലേ, 10-20 ആളുകളോ 50 ആളുകളോ, നമ്മളെ പോലെ 170-200 ആളുകളൊന്നും അവരുടെ കല്യാണത്തിന് ഉണ്ടാവില്ല. അതാണ് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറും നമ്മൾ കളക്ടിവിസ്റ്റ് ആണ്. മെയിൻ സ്ട്രീം സൈക്കോളജി ഫുള്ളും ഇൻഡിവിജ്വലിസ്റ്റിക് ഓറിയന്റേഷൻ ആണ്. It advocates individualistic orientation to self and emphasize the independence and uniqueness of the self. അയാളുടെ യൂണിക്നെസ് ഒക്കെയാണ് പേഴ്സണാലിറ്റിയിൽ ഈ ഇൻഡിവിജ്വലിസ്റ്റിക് നോഷൻസ് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സൈക്കോളജി നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഹൈലസ് ഇന്റർ ഡിപ്പെൻഡന്റ് സെൽഫ് ആണ് കേട്ടോ. യൂണിക്നെസ് ഓഫ് ദി സെൽഫ് പോയിട്ട് ഇന്റർ ഡിപ്പെൻഡന്റ് സെൽഫായി. ഇൻ ദ 2 types of സെൽഫ് കൺസ്ട്രക്ട്, ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡന്റ്. ഇൻഡിപെൻഡന്റ് ഉണ്ട്, നമ്മളിവിടെ പേഴ്സണാലിറ്റി പറയാം ഞാനും എന്റെ ചുറ്റുമുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡന്റ്. വെസ്റ്റേണിലേക്ക് പോകുമ്പോൾ ഇൻഡിപെൻഡന്റ് മാത്രമേ ഉള്ളൂ, അവര് ഇന്റർ ഡിപ്പെൻഡന്റ് ഇല്ല. ഇവിടെ the interdependent self focus more on the family, social context and the attributes of self personality and are more plural and fluid. ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിക്ക് കാരണം അവര് മാത്രമാണെന്നാ പറയാ. നമ്മളൊരു കളക്ടിവിസ്റ്റിക് കൾച്ചർ ആയിരിക്കും, നമ്മൾ പറയും നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നമ്മുടെ ചുറ്റുമുള്ളവരും കൂടെ കാരണമാണ്. അതാണ് ഇൻഡിപെൻഡന്റും ഇന്റർ ഡിപ്പെൻഡന്റ്. ഞാനും എന്റെ ചുറ്റുമുള്ളവരും കൂടിയാണെന്നാണ് കളക്ടിവിസ്റ്റിക് കൾച്ചർ പറയുന്നതെങ്കിൽ ഞാൻ മാത്രമാണെന്നാണ് ഇൻഡിവിജ്വലിസ്റ്റിക്. പക്ഷെ മെയിൻ സ്ട്രീം സൈക്കോളജി ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിന് മാത്രമായിട്ടോ നോക്കുന്നത്. ഇനി ഇന്ത്യയിലുള്ള ഓരോ സെൽഫ് അല്ലെങ്കിൽ എന്താ പറയാ പേഴ്സണാലിറ്റിനെ പറ്റി പറയുന്നത്. ആദ്യം നമ്മുടെ പറയുന്നത് ഭഗവത്ഗീതയിലുള്ളതാണ്. Bhagavad Gita, the Indian scripture mentioned that there are 3 types of personality: Sattva, Raja, Tamasa. In Hindu philosophy, these are called as 3 gunas. Kanda personality le 3 ഗുണങ്ങളാക്കിയിട്ടാണ് ഭഗവത് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. സത്വ, രജ, തമസ്. ഓക്കെ, ഹിന്ദു ഫിലോസഫിയിൽ ഇതിനെ വിളിക്കുന്നത് 3 ഗുണാസ് or 3 gunas or 3 ക്വാളിറ്റീസ് എന്നാണ്. ഇതിൽ സത്വ എന്ന് പറയുന്നത് സ്പിരിച്വൽ ആസ്പെക്ട് ആണ്. ഗുഡ് നേച്ചർ, ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും, ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. പേഴ്സണാലിറ്റി ടൈപ്സ് ആട്ടോ ഭഗവത്ഗീതയിൽ പേഴ്സണാലിറ്റിനെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ സത്വ, സാത്വികം എന്ന് അറിയില്ലേ, നല്ല നേച്ചർ, പീസ്ഫുൾ ആയിരിക്കും, ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. രജസ് എന്ന് പറയുന്നത് രണ്ടാമത്താണ്, എക്സ്ട്രോവേർഷൻ പോലെ എനർജറ്റിക്, ആക്റ്റീവ്, അംബീഷ്യസ്, ഫിയർ ടൈപ്പ്, ആക്ഷൻ ഓറിയന്റഡ് പേഴ്സണാലിറ്റി ആണ്. മൂന്നാമത്തെ തമസ് പേഴ്സണാലിറ്റി ആണ്, നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ആംഗർ, ഫിയർ, ലേസിനെസ്, നെഗറ്റീവ് ഇമോഷൻ. ഇന്ത്യൻ പേഴ്സണാലിറ്റിയിൽ ഫസ്റ്റ് ആണ് 3 ഗുണാസ്, നമ്മുടെ ഭഗവത്ഗീതയിലുള്ളതാണ്. സത്വ, രജ, തമസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? All these 3 aspects of personality are there in each individual. ഈ 3ഉം ഒരാളിൽ ഉണ്ട്, കൂടിയും കുറഞ്ഞിരിക്കും. ചില ആൾക്ക് സത്വ കുറഞ്ഞിരിക്കും, രജ കൂടിയിരിക്കും, തമസ് കൂടിയിരിക്കും. ചില ആൾക്കാർക്ക് സത്വ കൂടിയിരിക്കും, രജ കുറഞ്ഞിരിക്കും, തമസ് കൂടിയിരിക്കും. ഇങ്ങനെ ആണ് വരുന്നത്. അതാ പറയുക all these 3 aspects of personality are there in each individual. However, one type may predominate than another. ഒന്നായിരിക്കും കൂടെ നിൽക്കുക. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റേതിൽ രജസ് ആണ് കൂടുതലെന്ന്. എനിക്ക് രജസ് ആണ് തോന്നുന്നത്. നിൽക്കുകയാണെങ്കിലും തുള്ളിയിട്ടാണ്. ഐ തിങ്ക് ഐ എം ഓൺ എ രജസ്. ദ ഇന്റർപ്ലേ ഓഫ് ദീസ് 3 ഗുണാസ്, ഈ 3 ഗുണങ്ങൾ കൂടിയിട്ടാണ് ഡിറ്റർമൈൻസ് ദ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ്. ഈ 3ന്റെ കോമ്പിനേഷൻ ആയിരിക്കും ഒരാളുടെ പേഴ്സണാലിറ്റി. ഇനി ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആയുർവേദ ത്രിദോഷനെ പറയുന്നുണ്ട്. ആയുർവേദ ടോക്സ് അബൌട്ട് 3 ദോഷാസ്, ദ കോമ്പിനേഷൻ ഓഫ് വിച്ച് മേക്ക് ഈച്ച് ഇൻഡിവിജ്വൽ യുണീക് ഇൻ ഹർ നേച്ചർ ആൻഡ് പേഴ്സണാലിറ്റി. ഭഗവത്ഗീത 3 ഗുണങ്ങൾ ഒരാളുടെ പേഴ്സണാലിറ്റി ഉണ്ടാകുമ്പോൾ ആയുർവേദം 3 ദോഷങ്ങളാണ് ഒരാളുടെ പേഴ്സണാലിറ്റിനെ പറ്റി പറഞ്ഞത്. വാദ, പിത്ത, കഫ. These are 3: Vada, Pitta, Kapha. These 3 mind body types reflect the qualities of element they represent. Vada എന്ന് പറയുന്നത് സ്പേസ് ആൻഡ് എയർ ആണ്. പിത്ത എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് വാട്ടർ ആണ്. ആൻഡ് കഫ റിലേറ്റഡ് ടു വാട്ടർ ആൻഡ് എർത്ത് ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ വിൽ ഹാവ് എ പ്രിഡോമിനേറ്റ് ദോഷം. എഗെയിൻ ഒരു ദോഷം ഒരാളെ പ്രിഡോമിനേറ്റ് ചെയ്തിരിക്കും. ഈ 3 കോമ്പിനേഷൻ ആയിരിക്കും ആളുടെ സ്വഭാവം എന്നാണ് ആയുർവേദ പറയുന്നത്. Reflecting the properties of those element his or her personality.
Taittiriya Upanishad, similar to Maslow's hierarchy of needs, views self as consisting 5 articles. നോക്കിക്കേ, ഇനി തൈത്രിയ അടുത്തതായിട്ടത്. അപ്പൊ ആയുർവേദം പറഞ്ഞിരിക്കുന്നത് വാത പിത്ത കഫ്, ഈ 3 ഉണ്ട്. ഇതിൽ ഏതാണ് പ്രിഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതായിരിക്കാനുള്ള സ്വഭാവം. ഇതിന് 3ന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് ഒരാളുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത്. അപ്പൊ ഭഗവത്ഗീത ത്രിഗുണ പേഴ്സണാലിറ്റിനെ പറഞ്ഞപ്പോ ആയുർവേദ ത്രിദോഷ ചരകനാട്ടോ. ത്രിദോഷ പറഞ്ഞ ആയുർവേദത്തിന്റെ പിതാവായിട്ടുള്ള ചരക മഹർഷിയാണ് ത്രിദോഷയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി തൈത്രിയ ഉപനിഷത്തിൽ 5 പേഴ്സണാലിറ്റി ടൈപ്പ് ആണ് പറഞ്ഞത്. അന്നമയ കോശ്, പ്രാണമയ കോശ്, മനോന്മയ കോശ്, വിനാൻമയ കോശ്, ആനന്ദമയ കോശ്. ഈ അന്നമയ കോശ് എന്ന് നമ്മുടെ ഫിസിക്കൽ ബോഡി. പ്രാണമയ കോശ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻസൈഡ് ദ ബോഡി, അതായത് നമ്മളെ എന്താ പറഞ്ഞ ശ്വസിക്കാനൊക്കെ സഹായിക്കുന്ന, അതാണ് പ്രാണമയ എന്ന് പറയുന്നത്, ബ്രീത്ത് ചെയ്യാനൊക്കെ. ഇനി മനോന്മയ ഉണ്ട്, എന്താണ് തോട്ട്സിനെ ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെൻസ് ഓർഗൻസ് വഴി തോട്ട്സിനെ ഇമോഷൻസിനെ, ഇതാണ് ഫസ്റ്റ് മൈൻഡ് ആൻഡ് ഇൻക്ലൂഡ് പ്രോസസിംഗ് തോട്ട്സ് ആൻഡ് ഇമോഷൻ ബേസ്ഡ് ഓൺ ഇൻപുട്ട്. അല്ലെ, നമ്മൾ ആരെങ്കിലും നുള്ളിയാണെങ്കിൽ നമുക്ക് വേദന വരും. ഈ ഓർഗനിലൂടെ ഈ നുള്ളൽ എന്ന വേദന ഞാൻ അനുഭവിക്കുകയാണ്. ഇതാണ് മനോന്മയ കോശ്. തോട്ടിന് അയ്യോ എന്നെ നുള്ളി എനിക്ക് വേദനയായി, ചിന്തകളെയും അവയവങ്ങളെയും കണക്ട് ചെയ്തിട്ടുള്ളതാണ് മനോന്മയം. ഇനി വിനാന്മയ കോശുണ്ട്, ഇന്റലക്ച്വൽ കോഗ്നിഷൻ ചിന്താശക്തിയാണെന്ന് പറയുന്നത്. ആനന്ദമയ കോശുണ്ട്, ഇന്നർ മോസ്റ്റ് ലെയർ വിച്ച് റെഫേഴ്സ് ടു അറ്റൈൻമെന്റ് ഓഫ് ഇറ്റേണൽ ജോയ്, ഒരു പരമാനന്ദം എന്നൊക്കെ പറയുന്നതാണ് ആനന്ദമയ. ഈ 5 എന്താ പറയാ നീഡ്സിനെയാണ് നമ്മുടെ തൈത്രിയ ഉപനിഷത്തിൽ നമ്മൾ ഹയറാർക്കിയൽ നീഡ്സ്, ഈ 5 നീഡ്സ് നമുക്കുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ പോയി കിടക്കും, അതിനനുസരിച്ച് പേഴ്സണാലിറ്റി മാറും എന്നാണ് പറഞ്ഞത്. അന്നമയ ഫിസിക്കൽ ബോഡി ഹെൽത്ത് ഉണ്ടായിരിക്കുക, പ്രാണമയ നല്ല ബ്രീത്തും കാര്യങ്ങളും ഉണ്ടായിരിക്കുക, മനോന്മയ നമ്മുടെ എന്താ പറയുക തോട്ട്സ് ആൻഡ് ഇമോഷൻസ്, വിനാന്മയ ഇന്റലക്ച്വൽ, ആനന്ദമയ പരമാനന്ദം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. The Vedantic tradition of India conceptualized personality in terms of karma or doing of person. ഇനി വേദാന്തിക് ട്രഡീഷനിൽ കർമ്മനെ പറ്റിയിട്ടാണ്, കർമ്മ വെച്ചിട്ടാണ് പേഴ്സണാലിറ്റി പറയുന്നത്. ആസ് ദ പേഴ്സൺസ് ആക്ഷൻസ് റെസ്പോൺസസ് ബിഹേവിയർ will be so will be the karma phala or the consequence. നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്ക് തിരിച്ചിട്ട്, അതാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ നല്ലത് ചെയ്ത് നമ്മൾ, ഞാൻ കൂടുതൽ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാട്ടോ. അതന്നെയാണ് എന്റെ പേഴ്സണാലിറ്റി. എന്ന് വെച്ചാൽ ഡു ഗുഡ് തിങ്സ്, ഡെഫിനറ്റ്ലി ഗുഡ് വിൽ കം ടു അസ്. തന്നെയാണ് നല്ലത് ചെയ്തോ നല്ലത് നമ്മളിലേക്ക് വരും. ചിലപ്പോൾ നല്ലത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആളിൽ നിന്നായിരിക്കില്ല നല്ലത് നമുക്ക് വരാം, പക്ഷെ ഡെഫിനറ്റ്ലി നല്ലത് തന്നെ നമുക്ക് കിട്ടും. ഇതാണ് വേദത്തിൽ പറഞ്ഞത്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് ഇസ് ടു ഹാവ് നോ മോർ karma and achieve liberation from the cycle of birth and death. This can be achieved by practicing detachment. കാരണം ലൈഫിന്റെ എന്താ പറയാ ഗോൾ എന്ന് പറയുന്നത് നോ മോർ കർമ്മ, ഒരുപാട് കർമ്മകൾ ഉണ്ടാക്കാതെ ലൈഫ് ഡിറ്റാച്ച്മെന്റ് ആയിട്ട് ഇരിക്കുക. അതായത് ഒരുപാട് ബാഡ് ഡീഡ്സ് ചെയ്യാതെ ഡിറ്റാച്ച് ആയിട്ട് ഇരിക്കുക. അതനുസരിച്ച് ജീവിച്ചാൽ നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ട്രഡീഷൻ പ്രകാരം 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. ഒന്ന് ഭഗവത്ഗീതയിൽ ത്രിഗുണ സത്വരജ തമസ്, ഇത് 3 ഒരാളിലുണ്ടാവും, ഒന്ന് പ്രിഡോമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആയുർവേദയില് ത്രിദോഷാസ് വാദ പിത്ത കഫ്, ഇത് 3 ഒരാളിലുണ്ടാവുന്നതാണ് ചരകം പറഞ്ഞിട്ട്. ഒന്ന് പ്രിഡോമിനേറ്റ് ചെയ്യും, അതായിരിക്കും ആളുടെ സ്വഭാവം എന്ന് പറഞ്ഞു. 3ാമത്തത് തൈത്രിയ ഉപനിഷത്താണ്, 5 നീഡ്സ് ആയിരിക്കും. ഇതിന്റെ കോമ്പിനേഷൻസ് അനുസരിച്ചായിരിക്കും ഒരാളുടെ പേഴ്സണാലിറ്റി. വേദത്തില് കർമ്മയെ വെച്ചിട്ടാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് ജസ്റ്റ് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററിന് വന്നേക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ നോക്കണല്ലോ. രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നോക്കും. ഇതിപ്പോ 2ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്.
കേട്ടോ. ഹ്യൂമനിസ്റ്റിക് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി 10 മാർക്കിന് വന്നിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ചാപ്റ്റർ ആയിട്ട് തന്നെ ഉണ്ട്. ഈ ചാപ്റ്ററിലല്ല കേട്ടോ അത് വരുന്നത്, അത് വേറെ തന്നെ ചാപ്റ്ററിലുണ്ട്. പേഴ്സണാലിറ്റി അസസ്മെന്റ് ഇതിലല്ല. ഇല്ല, ഇത് ഈ ചാപ്റ്ററിൽ ഉണ്ട് കേട്ടോ നമ്മുടെ ഹ്യൂമനിസ്റ്റിക് തിയറി. പക്ഷെ ഇതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെയും കേട്ടോ. 10 മാർക്കിനാണ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. രണ്ടാമത്തേൽ നോക്കാം. വന്നിട്ടുണ്ട്. ഡിഫൈൻ പേഴ്സണാലിറ്റി, ഡിസ്കസ് ദ 5 ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റി. 5 ഫാക്ടർ തിയറി ഇതും എനിക്ക് തോന്നുന്ന ഒരു ചാപ്റ്റർ ആയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരു തുടക്കം എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇതിലും വരുന്നുണ്ട്. മനസ്സിലായല്ലോ? ഹ്യൂമനിസ്റ്റിക്കും ബിഗ് 5 ഫാക്ടറും വന്നിട്ടുണ്ട്. രണ്ടിന്റെയും ബേസ് ഇതിലാണ് ഇവിടുന്ന് പഠിച്ച് തുടങ്ങി. ഓക്കെ ആണോ? ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നമ്മൾ റെഗുലർ ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അറിയുന്ന സ്റ്റഡി പ്ലാനിൽ പറയും. ഇപ്പോ ഈ 2 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്, നോക്കി വെച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പേഴ്സണാലിറ്റി തിയറീസ് ആണ് നോക്കിയിട്ടുള്ളത്. പേഴ്സണാലിറ്റിയുടെ തിയറികളെ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് നോക്കിയിട്ടുണ്ടായത്. ഓരോ തിയറിനെയും വേർതിരിച്ചിട്ട് തന്നെ നമ്മൾ നോക്കി. അതിലേതൊക്കെയായിരുന്നു? പേഴ്സണാലിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അത് കൂടാതെ നമ്മൾ സൈക്കോഡൈനാമിക്സ് തിയറി, അതുപോലെ ഹ്യൂമനിസ്റ്റിക് തിയറി, കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ തിയറി, ട്രൈറ്റ് തിയറി, ട്രൈറ്റിൽ തന്നെ ബയോളജിക്കൽ ബേസിസ് ട്രൈറ്റ് തിയറി പറഞ്ഞു. കൂടാതെ ഇന്ത്യൻ പേഴ്സണാലിറ്റി തിയറീസ് കൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഫ്രീ ക്ലാസ് ഏകദേശം തീർന്നു. ഇനി നമുക്ക് വരുന്നത് ഇലക്ടീവിന്റെ ഫ്രീ ക്ലാസ്സും കൂടിയാണ്. അപ്പൊ നാളെ നമ്മുടെ റെഗുലർ ക്ലാസ്സിന്റെ ഇലക്ടീവ് ആയിട്ട് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഫിലോസഫി ഓഫ് റിലീജിയൻ ആണ്. നാളെ ഫിലോസഫി ഓഫ് റിലീജിയൻ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? ഒന്ന് പറഞ്ഞേ. അപ്പൊ മാഡം 104 ഉണ്ടാവൂല ഫ്രീ ക്ലാസ്? 104ന്റെ ഫ്രീ ക്ലാസ് ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കാം. കാരണം 104ന്റെ ക്ലാസ് ഓൾറെഡി ഉണ്ട്. ഒരു വ്യത്യാസവും ഇതിൽ കൂടുതൽ പറയാനില്ല. അപ്പൊ ഞാൻ ആ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇട്ടുതരാം, കണ്ടു നോക്കൂ. വേണമെന്നാണെങ്കിൽ നമുക്ക്, കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഞാൻ ഇന്ന് തന്നെ ഇട്ടുതരാം, കണ്ടു നോക്കൂ. ഓക്കെ മാഡം, താങ്ക് യു. അപ്പൊ അത് ഹാൻഡ് റിട്ടൺ നോട്ട് അടക്കം ഇട്ടുതരാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് സമ്മ ചെയ്യിപ്പിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. ഒന്നുകൂടി ഇട്ടുതരാം, സമ്മൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോ hope the class was productive and informative. നാളെ ഫിലോസഫി ഓഫ് റിലീജിയനുമായി നമ്മൾ വീണ്ടും കാണും. It's me, Abdul, signing off. Bye bye and take care.